ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഷവോമിയുടെ അതായത് MI എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ MI Band 4 എന്നുള്ള ഫിറ്റ്നസ് ബാൻഡിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ദുബായിൽ റിലീസായതേ ഉള്ളൂ. ഇന്ന് തന്നെ എനിക്കത് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് പറയാം. അതിന് മുമ്പായിട്ട് അൺബോക്സിങ്ങിൽ നമുക്ക് നോക്കാം. MI Band 4 നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. കാരണം അത് വരുന്നത് കളർ ഡിസ്പ്ലേയിലാണ് വരുന്നത്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. MI 3യും വാട്ടർ റെസിസ്റ്റൻ്റ് തന്നെയാണ്. വേരിയസ് എക്സൈസ് മോഡലുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് 5 ATM ആണ് ഇതിലുള്ളത്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്. MI Smart Band 4 അതായത് മോഡൽ XM07HM എന്ന് പറയുന്നുള്ള ഒരു മോഡലാണ് ഇത്. ഇത് കോമ്പാറ്റബിൾ ആയിരിക്കുന്നത് ആൻഡ്രോയിഡ് 4.4 എബോവ് ഉള്ളതും iOS 9 എബോവ് ഉള്ളതുമായിട്ടുള്ള ഇതിലാണ് ഇത് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബോക്സിങ്. ഇത് ഗ്ലോബൽ വേർഷനാണ്. ഗ്ലോബൽ വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ അവൈലബിൾ ആയിട്ടുള്ള വേർഷനാണ്. ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ആയിട്ടില്ല. പാക്കിങ്ങിൽ ചില ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഈ ബോക്സിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബോക്സ് തുറന്ന ഉടനെ നമുക്ക് ബാൻഡാണ് കാണുന്നത്. ഇത് സൈഡിൽ വെക്കാം. പിന്നെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ചാർജറാണ്. ചാർജർ പഴയ ചാർജറിൽ നിന്നും വ്യത്യാസമുണ്ട്. കാരണം പഴയ ചാർജർ ജസ്റ്റ് ഒരു പ്ലഗ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് അതിനകത്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. ഇനി ഇത് കുറച്ച് ബുക്ക്ലെറ്റ്സ് ആണ്. ബുക്ക്ലെറ്റ്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത്തവണ കിട്ടിയ MI ബാൻഡിൽ എനിക്ക് ഇംഗ്ലീഷും ബാക്കിയുള്ള ലാംഗ്വേജും സപ്പോർട്ടഡ് ആണ്. MI Band 3 വാങ്ങിച്ച സമയത്ത് എനിക്ക് ഓൺലി ചൈനീസിൽ മാത്രമായിരുന്നു അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും കിട്ടിയത്. ഇത് ഇൻ്റർനാഷണൽ വേർഷൻ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇംഗ്ലീഷും കൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻലി ചാർജർ മാറ്റി വെക്കാം. ഓക്കെ, ഇനി ബാൻഡ് നോക്കാം. ബാൻഡ് ഓൾറെഡി ഞാനൊന്ന് റിമൂവ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൽ അപ്ഡേഷനാണ് ഫസ്റ്റ് തന്നെ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ MI ആപ്പുമായി കണക്ട് ചെയ്ത് നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനത് ബാൻഡ് നോക്കുന്നു. സ്കൂൾ. ഓക്കെ, ഇതാണ് കളർ ഡിസ്പ്ലേ ഉള്ള ബാൻഡാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അത് ടച്ച് ചെയ്തു. കളറിൽ ഇപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെയാണ്. ഇതിലെന്ന് വിചാരിച്ചാണെങ്കിൽ ഞങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഞങ്ങൾക്ക് ടാപ്പ് ചെയ്താണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ്, ഹേർട്ട് റേറ്റ്, വർക്കൗട്ട് സ്റ്റാറ്റസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഹേർട്ട് റേറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കയ്യിൽ ധരിക്കണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്നതുള്ളൂ. ഓക്കെ, ഇതിലിപ്പോൾ 41% ആണ് ചാർജ് ഉള്ളത്. 2 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. 2 ദിവസമല്ല, 2 വീക്സ് ആണ്. 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 20 ദിവസം കിട്ടിയിട്ടില്ലെങ്കിലും മിനിമം ഒരു 2 വീക്സ് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, ഇതിൽ സ്റ്റാറ്റസ് വരും. ഇപ്പോൾ കോൾസ് വരുന്നതാണെങ്കിൽ കോൾസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാം, വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഇപ്പം വർക്കൗട്ടിൽ റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ്, ട്രെഡ്മില്ല്, സൈക്ലിങ്, വാക്കിങ്, ഇതൊക്കെ പുതിയ ഫീച്ചറാണ്. എക്സസൈസ് മോഡുകൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാം. പൂൾ സ്വിമ്മിങ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതാക്കാം. പിന്നെ സ്ലീപ്പ് മോണിറ്ററും കൂടെ ഇതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, പിന്നെ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വാട്സപ്പ്, ഞങ്ങളുടെ ഫോണിലുള്ള ഡാറ്റ, ഫോണിലുള്ള മിസ്ഡ് കോൾ അലേർട്ട്, അതൊക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റുന്നതാണ്. കൂടുതൽ ടെക് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.